അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കീം എക്സാമിൽ വന്ന ഒരു ഡിഫിക്കൽട്ട് എന്ന് പറയാനില്ല, പക്ഷേ കുട്ടികളെ കുഴപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് ദി ഇക്വേഷൻ ഹാഫ് എക്സ് ക്യൂബ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 2x മൈനസ് 1 ഈസ്. അഗെയിൻ ആ ക്വസ്റ്റ്യൻ ടെക്നിക്കലി അതിൽ കുഴപ്പങ്ങളുണ്ട്. കുഴപ്പമെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയണമായിരുന്നു റിയൽ സൊല്യൂഷൻ എന്നുള്ളത്. അപ്പോൾ മുന്നും നമ്മൾ കണ്ട ക്വസ്റ്റ്യനിലൊക്കെ പോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത ആളുകളുടെ ഇടയിൽ ജാഗ്രത കുറവ് ഈ ക്വസ്റ്റ്യനിലും ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് റിയൽ സൊല്യൂഷൻസ് വേണമായിരുന്നു, കാരണം കോംപ്ലക്സ് സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അതും ശരിക്കും കണ്ടുപിടിക്കേണ്ടതുണ്ട്. കോംപ്ലക്സ് സൊല്യൂഷൻസ് ഉണ്ട് ഇൻഫാക്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, നമ്മൾ റിയൽ സൊല്യൂഷൻ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് തന്നിരിക്കുന്നത് LHSൽ തന്നിരിക്കുന്നത് ക്യൂബിക് ഇക്വേഷനും ക്യൂബിക് എക്സ്പ്രഷനും റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്നത് ഒരു ക്യൂബ് റൂട്ട് വരുന്ന ഒരു എക്സ്പ്രഷനുമാണ്. അപ്പോഴേ നമുക്കൊരു കാര്യം കത്തണം. എന്താണെന്നറിയോ, നമ്മളിതാ ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 1 എടുത്തു എന്ന് വിചാരിച്ചോ. എക്സ് ക്യൂബ് പ്ലസ് 1/2 എടുത്തു. അതിൻ്റെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് എന്ത്, എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x മൈനസ് 1 ഹോൾ റേസ് ടു 1/3 എന്ന് പറയുന്ന സംഭവം. അപ്പം ശരിക്കും ഇവിടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ സൊല്യൂഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ സൊല്യൂഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മളിത് ക്യൂബൊക്കെ എടുത്ത് മേ ബി അത് 90 ഡിഗ്രി ഒക്കെ ആക്കിയൊക്കെ ചെയ്യാനൊക്കെ ശ്രമിക്കും. അതിലേക്കൊന്നും ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ആകെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളതിനെ ഗ്രാഫിക്കലി അതിൻ്റെ ഇൻറ്റ്യൂഷൻ എന്താണെന്ന് ആലോചിക്കുക. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് സോൾവ് ചെയ്യണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഐ എം ഗോയിങ് ടു ഡു വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എടുത്തു. ഓക്കെ, വൈ ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എടുത്തു. ഇതിൻ്റെ രണ്ടിൻ്റെ ഗ്രാഫിൻ്റെയും പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷനാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്. വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സും വൈ ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെയും പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ ആയിരിക്കും എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ അഗെയിൻ അതും കോംപ്ലിക്കേറ്റഡാ. ഗ്രാഫ് വരയ്ക്കാൻ പറ്റില്ല. ഗ്രാഫ് വരയ്ക്കാന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് വരയ്ക്കണം, എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് വരയ്ക്കണം. കോംപ്ലിക്കേറ്റഡ് ആണ്, എത്ര പോയിന്റ് ഇൻ്റർസെക്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഗ്രാഫ് വരയ്ക്കാനല്ല ഞാൻ പറയുന്നത്, ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻറ്റ്യൂഷൻ എന്താണെന്ന് അറിയോ, ഇത് രണ്ടും നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്ന ഒരാളുണ്ട്. എന്താണ്, വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈൻ. വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈനിന് സിമെട്രിക് ആയിരിക്കും വൈ ഈസ് ഈക്വൽ ടു എഫ് എക്സും വൈ ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എക്സും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് വൈ ഈസ് ഈക്വൽ ടു എഫ് എക്സ് ഇങ്ങനെയുണ്ട്, എഫ് ഇൻവേഴ്സ് എക്സ് ഇങ്ങനെയുണ്ട്. ഇതിൻ്റെ ഇടയിൽ സിമെട്രിക് ഒരു മിറർ പോലെ ആയിരിക്കും ആര് വരുന്നുണ്ടാവുക, വൈ ഈസ് ഈക്വൽ ടു എക്സ് വരുന്നുണ്ടാവുക. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു എക്സിന് സിമെട്രിക് ആയിട്ടായിരിക്കും വൈ ഈസ് ഈക്വൽ ടു എഫ് എക്സിൻ്റെയും വൈ ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെയും ഗ്രാഫുകൾ വന്നിട്ടുണ്ടാവുക എന്നറിയാമെങ്കിൽ നമുക്കൊരു കാര്യം കൂടി മനസ്സിലായി. ഗ്രാഫ് വരയ്ക്കാതെ തന്നെ പറയാം, ഈ രണ്ടുപേരും കണ്ടുമുട്ടുന്ന പോയിന്റിൽ മൂന്നാമതൊരാളായിട്ട് വൈ ഈസ് ഈക്വൽ ടു എക്സ് കൂടി ഉണ്ടാവും. എന്താ പറയുന്നത്, വൈ ഈസ് ഈക്വൽ ടു എഫ് എക്സും വൈ ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് എക്സും കണ്ടുമുട്ടുന്ന സ്ഥലത്ത് ഒരാൾ കൂടി കയറി വന്നിട്ടുണ്ടാവും, അത് വൈ ഈസ് ഈക്വൽ ടു എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ആ ഐഡിയയാണ് ഉപയോഗിക്കാൻ പോകണം. ഗ്രാഫ് വരയ്ക്കാൻ എളുപ്പമല്ല. ഗ്രാഫ് വരച്ചിട്ട് അല്ലെങ്കിൽ ആ ഗ്രാഫും ലൈനും കൂടി ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ 3 പോയിന്റ് ഉണ്ടെന്നോ 2 പോയിന്റ് ഉണ്ടെന്നോ ഒന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഗ്രാഫ് ആക്ച്വലി വരച്ച് നോക്കിയാൽ തന്നെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഐ എം ഗോയിങ് ടു സോൾവ് എന്താണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് എക്സ് ആവുന്ന സ്ഥലത്ത് ദാറ്റ് വിൽ ആൾസോ ബി ഈക്വൽ ടു എക്സ്. അതാണ് അതിലെ ട്രിക്ക്. അപ്പോൾ ഞാൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സോൾവ് ചെയ്യാൻ പോകും. അത് ബുദ്ധിമുട്ടില്ല. ഹാഫ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു എക്സ്. ബൈ ദ വേ ഇതിന് സൊല്യൂഷനൊന്നും ഇല്ലയെന്ന് ആരും ചിന്തിക്കല്ലേ കേട്ടോ. പെട്ടെന്ന് 0 മാർക്ക് ചെയ്യാനുള്ളൊക്കെ ടെൻറ്റേഷൻ വരും. കാരണം എന്താ, ഇതെന്തോ കോംപ്ലിക്കേറ്റഡ് സാധനമാണ്, ഇതിന് സൊല്യൂഷൻ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയരുത്. കാരണം ഒറ്റ നോട്ടത്തിൽ പറയാവുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്, എക്സ് ഇസ് ഈക്വൽ ടു 1. കാരണം എക്സ് ഇസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഇത് 1 + 1/2. ഇവിടെ 1 കൊടുക്കുമ്പോൾ എന്താണ്, ക്യൂബ് റൂട്ട് ഓഫ് 1 മാച്ചിങ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ ഈവൻ അതർവൈസ് ഇതിലേക്ക് നോക്കിക്കേ, എക്സ് ഇസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ നമുക്ക് സൊല്യൂഷൻ ആണെന്ന് മനസ്സിലായി, റൈറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പോവാം. ദിസ് ഇസ് എക്സ് ക്യൂബ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു എക്സ്. രണ്ട് രീതിയിൽ ചെയ്യാം. നമുക്ക് ഓൾറെഡി x1 ട്രയൽ ആൻഡ് എററിൽ കൂടെ സൊല്യൂഷൻ കിട്ടിയത് കൊണ്ട്, ഓഫ് കോഴ്സ് ഇത് 2x ആണ്. ട്രയൽ ആൻഡ് എററിൽ കൂടെ നമുക്ക് സൊല്യൂഷൻ കിട്ടിയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഫാക്ടറൈസേഷൻ ചെയ്യാം. അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ ലോങ് ഡിവിഷൻ ചെയ്തിട്ട് ഫാക്ടറൈസേഷൻ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റിംഗ് ടേം ഐഡിയ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫാക്ടറൈസേഷൻ ചെയ്യാം. ഞാനിപ്പോൾ സ്പ്ലിറ്റിംഗ് ടേം ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ക്യൂബ് മൈനസ് 2x പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. എക്സ് ക്യൂബ് മൈനസ് 2x പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എക്സ് ക്യൂബ് മൈനസ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. ഓൾ റൈറ്റ്. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, ഇവിടെ എക്സ് ക്യൂബ് മൈനസ് എക്സ് പിന്നെ മൈനസ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 ആണ്.
ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ് പുറത്തേക്ക് എടുക്കുന്നു, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1. ഇതിൽ നിന്ന് -1 പുറത്തേക്ക് എടുക്കുന്നു, -x-1 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഇത് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 -1 ഇൻറ്റു എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എക്സ് മൈനസ് 1 മൊത്തത്തിലെ പുറത്തേക്ക് എടുത്താൽ ദിസ് ഇസ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 ഒരു സൊല്യൂഷനാണ്. ബാക്കിയുള്ള ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യണം. ആ ക്വാഡ്രാറ്റിക് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അത് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കാം. എക്സ് ഇസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓവർ ബി സ്ക്വയർ -4ac ഡിവൈഡഡ് ബൈ 2, അഥവാ -1/2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 5 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 1 ഒരു സൊല്യൂഷനാണ്, -1/2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 5/2 സൊല്യൂഷനാണ്. 3 സൊല്യൂഷനാണ് അതിന് വരിക. നമ്മൾ പ്യുവർലി ആൾജിബ്രൈക്കിൽ ചെയ്തു, ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. ബട്ട് ദ ഇൻറ്റ്യൂഷൻ ദാറ്റ് ഐ ഗോട്ട് ഈസ് ഫ്രം ദി എന്താണ് ഗ്രാഫിൽ നിന്നാണ് ആ ഇൻറ്റ്യൂഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, പക്ഷേ സൊല്യൂഷൻ ചെയ്തത് ഞാൻ എന്താണ് ഗ്രാഫിക്കലി അല്ല, ആൾജിബ്രൈക്കലി ആണ്. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യനിൽ കണ്ടുമുട്ടാം.